നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളിപ്പോ സ്റ്റേജിൽ നിൽക്കുക, ഇനി പറ. ഓക്കേ, ദേ നോക്കിക്കോ. ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആഹാ, മിടുക്കി. അപ്പൊ മാളുന് അറിയാല്ലേ? എന്നെ മാളിക്കുട്ടി മിടുക്കിയല്ലേ? ആ, ഇനിയിപ്പോ നമുക്ക് ടോപ്പിക് പറയണം. ഇന്ന് മാളുന്റെ ടോപ്പിക്ക് മദേഴ്സ് ഡേ അല്ലേ? അപ്പൊ അത് പറയണം കേട്ടോ. Today I'm going to talk about Mother's Day. At first, I wish everyone a very happy Mother's Day. Mother's Day is a day to show love and honor to our mothers. മാളുന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടച്ചാ. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? എന്താ മോളെ? നമ്മളെന്താ മദേഴ്സിനോട് മാത്രം ലവും ഹോണറും കാണിക്കുന്നേ? അതോ, ഓരോ കുഞ്ഞിനെയും 10 മാസം വയറ്റിൽ ചുവന്ന് പ്രസവിക്കുന്നത് ആരാ? അമ്മമാര് അല്ലേ? മാളുവിന്റെ ദേഹത്ത് എന്തെങ്കിലും വെയിറ്റ് കെട്ടിവെച്ചാൽ മോൾക്ക് നടക്കാനും ഓരോന്ന് ചെയ്യാനും എന്തൊരു പാടായിരിക്കും. അപ്പോ നമ്മുടെ അമ്മയ്ക്ക് ഈ 10 മാസവും എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അത് മാത്രല്ല മോളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാ പ്രസവ വേദന. അങ്ങനെ മരണത്തിന് സമമായ വേദന സഹിച്ച ഓരോ അമ്മമാരും അവരുടെ മക്കൾക്ക് ജന്മം നൽകുന്നത്. അതെ, അതുകൊണ്ടാ അമ്മമാർക്ക് മക്കളെ പിരിയാൻ സാധിക്കാത്തത്. എന്നിട്ട് എന്താ അച്ഛാ എന്റെ അമ്മ എന്നെ വിട്ടു പോയത്? എന്റെ അമ്മയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നില്ലേ? മോളുടെ അമ്മയ്ക്ക് മാളുവിന് ജീവനായിരുന്നു. മാളുവിന് വേണ്ടി എന്തൊക്കെ ചെയ്യുമായിരുന്നെന്നറിയോ? നീ ഉണ്ടായതിൽ പിന്നെ എന്റെ കാര്യങ്ങളിലുള്ള ശ്രദ്ധ പോലും കുറച്ച് ആ സമയം കൂടി നിന്റെ കൂടെ കഴിയാനാ മാളുവിന്റെ അമ്മ ആഗ്രഹിച്ചത്. അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. ഗംഗ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളവരാ ആദ്യ ഈശ്വരൻ നേരത്തെ കൊണ്ടുപോകുന്നെന്ന്. എന്റെ അമ്മ ഒരുപാട് നല്ലതായോണ്ട് ഈശ്വരൻ എന്റെ അമ്മയെ ഒത്തിരി ഇഷ്ടായിരുന്നു. അതാ പെട്ടെന്ന് എന്റെ അമ്മയെ ഈശ്വരന്റെ ലോകത്തേക്ക് കൊണ്ടുപോയത്. അല്ലേ ഗംഗേ? അതെ മോള്, അമ്മ ആഗ്രഹിച്ച പോലെ നല്ല കുട്ടിയായിട്ട് വളർന്നു വേണം അമ്മയോടുള്ള ഇഷ്ടം കാണിക്കാൻ. അയ്യോ അച്ഛാ, സ്പീച്ച് പറഞ്ഞോ? ശരിയാ, പറഞ്ഞ് നമ്മള് സ്പീച്ച് മറന്നു. എങ്കിൽ പഠിക്കാം. അവസാനം ഞാൻ പഠിച്ചെടുത്തു. ഇനി ഞാൻ സ്കൂളിൽ ഷൈൻ ചെയ്യും. മിടുക്കിയായിട്ട് പറഞ്ഞ് ഫസ്റ്റ് വാങ്ങണം കേട്ടോ. അതൊക്കെ എന്റെ മോള് പറയും അല്ലേ? അതെ. സത്യത്തില് മാളു എന്ത് ഭാഗ്യം ചെയ്ത കുട്ടിയാ. മാളുവിനെല്ലാം പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും മഹിയേട്ടൻ കൂടെ ഉണ്ടല്ലോ. ചെറുപ്പത്തില് എനിക്കും ഇംഗ്ലീഷ് പറയണമെന്നും പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. എങ്ങക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. സത്യമാണോ മഹിയേട്ടാ? എന്നെ പഠിപ്പിക്കോ? അതിനെന്താ, ഉറപ്പായിട്ടും പഠിപ്പിക്കാം. അല്ലേ മാളു? ഗംഗയ്ക്ക് പഠിക്കാൻ ഞാൻ എന്റെ ബുക്സ് ഒക്കെ തരാം. ഇതൊക്കെ കേൾക്കുമ്പോ എന്ത് സന്തോഷാണെന്നറിയോ? സന്തോഷിച്ചോ, പക്ഷെ പഠിച്ചില്ലെങ്കിൽ നല്ല അടിയും കിട്ടും. അതെ, ഗംഗയെ അടിക്കാൻ നമുക്കൊരു ചൂരല് വാങ്ങാച്ചാ. അയ്യോ, ഈ കുട്ടി ടീച്ചർ എന്നെ തല്ലിക്കൊല്ലുവോ? മാളുവിനോടും മഹിയേട്ടനോടുള്ള ഇഷ്ടം മാത്രല്ല, മറ്റൊരു ലക്ഷ്യം കൂടി എനിക്കുണ്ട്. എന്ത് ലക്ഷ്യം? ഗൗരി ചേച്ചിയുടെ മരണം. അതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് എനിക്കറിയണം. നീ ഇതെന്തൊക്കെയായി പറയുന്ന ഗംഗേ?
അതെ മുത്തശ്ശി, മഹേട്ടൻ ഒരിക്കലും ഗൗരി ചേച്ചിയുടെ മരണത്തിന് കാരണമാവില്ല. പിന്നെ എങ്ങനെ ഗൗരി ചേച്ചി മരിച്ചത്? അതറിഞ്ഞാൽ മാത്രമേ മഹേട്ടന്റെ ദേഹത്ത് വീണ ആ കറ മാറൂ. വേണ്ട, ആവശ്യമില്ലാത്ത ഒരു കാര്യവും നീ അന്വേഷിക്കണ്ട. അങ്ങനൊരു തീരുമാനം നിനക്കുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങും. മുത്തശ്ശി, ഞാൻ... വേണ്ട ഗംഗേ, ഒന്നും പറയണ്ട. അതിന്റെ പുറകെ പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഈ വീടുമായി നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഈ വീടിന്റെ പടി പോലും നീ ഇനി ചവിട്ടില്ല. വേണ്ട മുത്തശ്ശി, അങ്ങനെ പറയരുത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന കരക്കെടുത്തിട്ട മീനിന്റെ അവസ്ഥയാവും എന്റേത്. മാളും മഹേട്ടനും എന്റെ ജീവന്റെ ഭാഗ. എങ്കിൽ ഒരു അന്വേഷണത്തിനും നീ ഇനി പോകാൻ പാടില്ല. ശരി, ഞാനൊന്നും തിരക്കില്ല. എനിക്കിവിടെ നിന്നാ മാത്രം മതി. കൊഞ്ചിച്ചും ലാളിച്ചും മാത്രമാണ് ഞാൻ നിന്നെ വളർത്തിയത്. ഇന്നുവരെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അതിനുള്ള അവസരവും നീ ഉണ്ടാക്കിയിട്ടില്ല. ഈ കാര്യത്തിന് പിറകെ നടന്നാൽ എന്റെ മോളെ എനിക്ക് ശിക്ഷിക്കേണ്ടി വരും. ഇല്ല, മുത്തശ്ശി പറയുന്നതിനെതിരായി ഞാനൊന്നും ചെയ്യില്ല. നിന്റെ കാര്യത്തിൽ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ആശങ്കകൾ ഉണ്ടായത് സത്യമാണെന്ന് എനിക്കിപ്പോ ഉറപ്പായിട്ടുണ്ട്. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് തരുന്ന മുന്നറിയിപ്പാണ് അത്തരം ആശങ്കകളും വേവലാതികളും. നീ ഗൗരിയുടെ മരണത്തിന്റെ സത്യം അന്വേഷിച്ചിറങ്ങിയാൽ അതിന്റെ ഫലം ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കാത്തതും ചിന്തിക്കാത്തതുമായ എന്തെങ്കിലും ആണെങ്കിലോ? അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? നമുക്കറിയാത്ത പലതും ഈ വീട്ടിൽ നടന്നിട്ടുണ്ടാവും. ഈ വീട്ടിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊക്കെ സത്യമാണെങ്കിൽ നീ ഗൗരിയുടെ മരണം അന്വേഷിച്ചു പോയാൽ നിനക്കും ഗൗരിയുടെ അതേ അനുഭവം വന്നാലോ? ഗൗരി ചേച്ചിയുടെ മരണം എങ്ങനെയായിരുന്നു എന്ന് മുത്തശ്ശിക്കറിയോ? ഇല്ല, പക്ഷേ ആയുസ്സെത്തു മുൻപ് ആ പാവം ഈ ഭൂമി വിട്ടു പോയില്ലേ? അതിനു പിന്നിൽ ഒരു കാരണം ഉണ്ടാകാതിരിക്കില്ലല്ലോ. അതന്വേഷിച്ച് നീ നടന്നാൽ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ആരാ ഉള്ളത്? അതുകൊണ്ട് നിന്നെ ഇനി ഇവിടെ നിർത്താൻ എനിക്ക് താല്പര്യമില്ല ഗംഗേ. ഇല്ല മുത്തശ്ശി, ഞാനിനി ഒന്നും അന്വേഷിച്ച് നടക്കില്ല. പക്ഷെ മുത്തശ്ശി എന്നോട് ഇവിടുന്ന് വരാൻ നിർബന്ധിക്കരുത്. വിവാഹം കഴിയുന്നവരെങ്കിലും ഞാൻ കുറച്ചു നാളും മാണുവിനൊപ്പം കഴിഞ്ഞോട്ടെ. ശരി, നിന്റെ ഇഷ്ടം ഞാൻ തടയുന്നില്ല. പക്ഷേ നീ വാക്കു മറന്നു എന്ന് എനിക്ക് തോന്നിയാൽ ആ നിമിഷം നിന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. ശരി മുത്തശ്ശി, ഞാൻ സമ്മതിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.